ഒന്നിൻ്റെ ക്യൂബ് പ്ലസ് രണ്ടിൻ്റെ ക്യൂബ് പ്ലസ് മൂന്നിൻ്റെ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 20ൻ്റെ ക്യൂബിൻ്റെ വില കാണുക. അപ്പോൾ നമുക്കിവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്. ഒന്നിൻ്റെ ക്യൂബ് പ്ലസ് രണ്ടിൻ്റെ ക്യൂബ് പ്ലസ് മൂന്നിൻ്റെ ക്യൂബ്, അങ്ങനെ 20ൻ്റെ ക്യൂബ് വരെയുള്ള സീരീസാണ് തന്നിരിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, 1 2 3 അടുത്ത് 4 ആയിരിക്കും 5, അങ്ങനെ 20 വരെ. അതിൻ്റെ ക്യൂബും തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയിരിക്കുകയാണ്. ഇത് എന്താണ് സത്യം പറഞ്ഞാൽ എന്താണിത്? ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുകയല്ലേ നമുക്കിവിടെ കാണേണ്ടത്? 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുകയാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. n ഇൻറ്റു n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ ആണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക കണ്ടുപിടിക്കേണ്ടത്. നമ്മളുടെ ഇവിടുത്തെ n എത്രയാണ്? നമ്മളുടെ ഇവിടുത്തെ n എന്ന് പറയുന്നത് എത്ര എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുകയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതാണ് n. ഇവിടെ നമുക്ക് 20 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുകയല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ n എന്ന് പറയുന്നത് 20 ആണ്. 20 അത് ഫോർമുലയിൽ കൊടുക്കുമ്പോൾ 20 ഇൻറ്റു 20 പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. ഹോൾ സ്ക്വയർ ഈക്വൽ ടു 20 ഇൻറ്റു 20 പ്ലസ് 1 21 /2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2ഉം 20ഉം വെട്ടുന്നു 10, ബാക്കി 10 × 21 210. 210ൻ്റെ സ്ക്വയർ. 210ൻ്റെ സ്ക്വയർ എത്രയാടാ? 210ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 21ൻ്റെ സ്ക്വയർ എത്രയാണ്? 21ൻ്റെ സ്ക്വയർ 441. അതിനോടൊപ്പം 2 0 ഇട്ട് കൊടുത്താൽ നമ്മുടെ ഉത്തരം 44,100. ഓപ്ഷൻ എ.